മഹാ നിൽക്കുന്നതായ പണ്ഡിതന്മാരെ വാർത്തെടുക്കാനാണ് ഇതുപോലുള്ളതായ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ളത്. അത് ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ ആ യഥാർത്ഥ ലക്ഷ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിട്ട് സമുദായത്തിന് ഉപകരിക്കണം. ഇതിൻ്റെ മഹാന്മാരാവുന്ന സ്ഥാപകർ, ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുവന്നവര്, അവർക്കുള്ളതായ ആ ശരിയായ ആ റൂട്ടിൽ കൂടി തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ഇന്നൊക്കെ ഇവിടെ നടക്കുന്നത് പോലെ ഇവിടുത്തെ ഈ മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ കീഴിലായിക്കൊണ്ടുള്ളതായ ഈ ദർസുകളും അവരിൽ നിന്നിട്ട് കിതാബിന്റെ തഹഖീഖുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പുറത്തിറങ്ങുന്ന നിങ്ങൾ ഈ സമുദായത്തിന് ഉപകരിക്കണം. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ തണലിലാണ് നിങ്ങൾ വളരുന്നത്. നിങ്ങൾക്ക് ബോധം വേണം. ഇവിടുത്തെ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ആ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിലുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്തുണ ഉണ്ടല്ലോ, ആ സ്ഥാപനവുമായി കൊണ്ടാണ്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൂജയായി, യാതൊരു സംശയമില്ല. എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെ, എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ തന്നെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായുള്ള അതിന്റെ ആ അംഗീകാരം അല്ലെങ്കിൽ അതിന്റെ ആ കുത്തുണ്ടല്ലോ, അത് കൊടുത്തതായ അതിന്റെ ആ തൂൺ പിൻവലിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, നമ്മളൊക്കെ സീറോ ആയി. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം നിങ്ങൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതായ പല മേഖലകളുണ്ട്, അതിന്റെ പല പോഷക സംഘടനകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് പ്രവർത്തിക്കുകയും അതോടൊപ്പം നിങ്ങളുടെ മാതൃസ്ഥാപനമാവുന്ന ജാമിയ ദാറുസ്സലാമിന് വേണ്ടി പ്രവർത്തിക്കുകയും മഹാന്മാരാവുന്ന ഉസ്താദന്മാരോടുള്ളതായ ആദരവ് ബഹുമാനം അതൊക്കെ എന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാവണം. അല്ല ഞാൻ ഈ പ്രവർത്തനത്തിലേക്ക് ഒന്നും ഒരു ഫലം ഉണ്ടാവില്ല.